ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പിന്നെ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഇതുവരെ ഞാൻ ചാനലിൽ ചെയ്തുകൊണ്ടിരുന്നത് അധികം കുക്കിംഗ് റിലേറ്റഡും പിന്നെ കിച്ചണുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസും പിന്നെ കുറച്ച് ട്രാവലിംഗ് വീഡിയോസും എല്ലാമാണ് ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇതുവരെ എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, എന്നാലും അവരൊക്കെ എൻ്റെ ആ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കൂടുതലും സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പോൾ ഇതുവരെ കണ്ട പാറ്റേണിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അവരോട് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പം തന്നെ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോസും കൂടി ഇടണമെന്ന് മനസ്സിൽ വിചാരിച്ചതായിരുന്നു. പക്ഷേ കുക്കിംഗ് വെച്ച് സ്റ്റാർട്ട് ചെയ്തപ്പം പിന്നെ കൂടുതൽ വീഡിയോസും അതിൽ തന്നെ ആയി. ഒരുപാട് വീഡിയോസ് കുക്കിംഗ് കിച്ചണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോയി. അപ്പം ഞാൻ വിചാരിച്ച് ഇനി നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാമെന്ന്. അപ്പം അതിന് മുമ്പ് എനിക്കൊരു ഡൗട്ടായിരുന്നു, കാരണം സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്കൊക്കെ ഇനിയിപ്പം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരുമോ എന്നുള്ളത്. ഞാൻ ഇനി സ്റ്റിച്ചിങ് ആണോ ഇനി മുതൽ അങ്ങ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പം പിന്നെ ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഡൗട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1-2 ഷോർട്സ് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഷോർട്സ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടാലും മതി. അപ്പം അവിടെ കാണാം. അപ്പോൾ അതിട്ടപ്പം അത്യാവശ്യം നല്ല റെസ്പോൺസാണ് ഉള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ലോങ് വീഡിയോസും സ്റ്റിച്ചിങ്ങിൽ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ 2 ടൈപ്പ് വീഡിയോ ഇനി ഇടകലർത്തി ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ ഏതായാലും ഇതൊക്കെ ഞാൻ ഫോട്ടോസിൽ കാണിക്കുന്നത് ഇതൊക്കെ ഞാൻ ചെയ്ത വർക്കുകളാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ചെയ്തു കൊടുത്ത പാറ്റേൺസ് ഒക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു കഫ്താനാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന എല്ലാ ഡ്രസ്സുകളും ഒക്കെ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പം ഇന്ന് നമുക്കൊരു കഫ്താൻ എങ്ങനെയാണെന്ന് സിമ്പിളായിട്ട് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ഞാൻ പേപ്പറിൽ കാണിച്ചു തരുന്ന പോലെ ഇതേപോലെ മടക്കിയിട്ട് നീളത്തിലുള്ള തുണീനെ തിരിച്ചങ്ങോട്ട് മടക്കുക. എന്നിട്ട് അതിനെ ഇപ്പോൾ ഈ പേപ്പറിൽ കാണിക്കുന്നത് പോലെ വെച്ച് കൊടുക്കാം. ഇത്തിരിയും കൂടെ വീതിയുള്ള തുണി, ഞാൻ ഈ തുണീൻ്റെ പാറ്റേൺ ഇങ്ങനെ സ്ട്രൈപ്സ് ഇങ്ങനെ നീളത്തിലായതുകൊണ്ട് കട്ട് ചെയ്ത് ഇവിടെ ജോയിൻ ചെയ്തതാണ്. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഡിസൈൻ മാറിപ്പോന്ന് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 3 മീറ്റർ നീളത്തിലുള്ള തുണീനെ ഞാൻ പേപ്പറിൽ കാണിച്ചെന്ന പോലെ മടക്കിയിട്ട് വെച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പം നമുക്ക് കഴുത്ത് മാർക്ക് ചെയ്യാണ്. കഴുത്ത് ഞാൻ ബാക്ക് നെക്ക് 2.5 ഇഞ്ചാണ് ഇറക്കിയിട്ടുള്ളത്. കഴുത്തിൻ്റെ വീതി 3 മതി. നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ചിട്ട് വേണം കഴുത്തിറക്കാൻ വേണ്ടിയിട്ട്. കാരണം 2.5 വേണ്ട, ചിലപ്പോൾ 2 മതിയാവും. അപ്പം അത് നോക്കിയിട്ട് മിനിമം 2 എടുത്താൽ മതി. ആദ്യം 2 എടുത്തിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം കൂട്ടി കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യുന്നത് ഞാനിപ്പോൾ ഒരു 5-5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഓരോരുത്തരുടെ സൈസിനനുസരിച്ചിട്ട് ഫ്രണ്ടിൽ 4.5 മുതൽ മതിയാവും. 4.5 മുതൽ തന്നെ നോക്കിയിട്ട് ഒന്ന് കഴുത്തുകൂടെ ഇട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം കൂട്ടി കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ അധികം വട്ടം കൂടിപ്പോവും. ഇതിപ്പം ഏകദേശം എനിക്ക് ഓക്കെ ആണ്. പിന്നെ സൈസിനനുസരിച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഞാൻ ലെങ്ത് എടുത്തിട്ടുള്ളത് 58 ആണ്. എനിക്കത് ഫുൾ ലെങ്ത്തിൽ അബായ പോലെ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ 58 ഇൻക്ലൂഡിങ് മറ്റേ സീം അലവൻസ് താഴെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ടുള്ള തുണിയും കൂടെ എടുത്തിട്ടുണ്ട്. അതിൽ വീതി എടുത്തിട്ടുള്ളത് ഉള്ളിൽ ഈ സൈഡിൽ നോക്കണം ഏതാണ് അതിൻ്റെ അറ്റം അൺഈവൺ ആയിട്ടാണ് കിടക്കുന്നത്, അതായത് നേരെയല്ല. അപ്പോൾ ഏറ്റവും ചെറുതായിട്ട് ഉള്ളിലുള്ള തുണീൻ്റെ അളവിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെനിക്ക് 24.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ അവിടെ നിന്ന് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് അവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പം നമുക്ക് ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. ബാക്ക് നെക്കും പിന്നെ സൈഡിലുള്ള 24.5 വീതിൻ്റെ ആ ഭാഗവും കൂടി കട്ട് ചെയ്യാം. കുറച്ചും കൂടി വീതിയുള്ളതാണെങ്കിൽ കൈ കൂടുതലും ഇറക്കം കിട്ടും. ഇതിപ്പം കൈ ഏകദേശം ഒരു 16-17, അതായത് ഷോൾഡർ 8 ഇഞ്ചസ് ആണ്. അപ്പോൾ ബാക്കി 24.5ലേക്ക് ബാക്കി ഒരു 16-16.5 ഇഞ്ചോളം ഇറക്കത്തിൽ നമുക്ക് കൈ കിട്ടും. അപ്പം നിങ്ങളും അതിനനുസരിച്ചിട്ട് വേണം കൈയിൻ്റെ ലെങ്ത് എത്ര വേണം എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം തുണീൻ്റെ വീതി വെക്കാനായിട്ട്. ഇപ്പം ഞാൻ ഫ്രണ്ട് നെക്കിൽ പിന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് താഴേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. താഴേക്ക് ഞാൻ കട്ട് ചെയ്യുമ്പം അത് ക്യാമറയിൽ കുടുങ്ങിയിട്ടില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. പേപ്പറിൽ താഴെ ഞാൻ ഈ സൈഡിൽ ഒരു 8 മുതൽ 10 ഇഞ്ച് വരെ മേലോട്ട് വെക്കാം. 8 മിനിമം സൈഡിലാക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഏതായാലും അത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഫ്രണ്ട് നെക്കും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ പിന്നൊക്കെ അവിടെ നിന്ന് ഊരി നമുക്ക് ഇനി അടുത്തതായിട്ട് നമുക്ക്
നേരെ ആക്കിയിട്ട് ഇനി ബാക്കി കഴുത്ത് ഫിനിഷ് ചെയ്യാനുള്ള തുണിയുമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം. ഞാനിത് ബയാസ് ടേപ്പ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിനുള്ള തുണിയൊക്കെ എടുക്കണം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കൈ ഏകദേശം ഒരു 8 ഇഞ്ച് ഞാൻ ഇവിടെ ലൂസ് എടുത്തിട്ടുണ്ട്. ആ 8 ഇഞ്ച് കഴിഞ്ഞിട്ട് ബാക്കി 2 സൈഡിലും 8 ഇഞ്ച് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി അങ്ങോട്ട് വരുന്ന ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അവിടെ 8 ഇഞ്ച് മാർക്കിൽ നമുക്കൊന്നൊരു മാർക്ക് ചെയ്യാം, ഒരു നോച്ചസ് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ചെസ്റ്റ് അളവ് മുതൽ ഇങ്ങനെ തയ്ക്കുന്ന കഫ്താനാണെങ്കിൽ നമുക്ക് പിന്നെ ഉള്ളിൽ ബെൽറ്റ് അങ്ങനെയൊന്നും വെക്കണ്ട, കാരണം ഓൾറെഡി ബോഡിയിൽ അത് ടൈറ്റായി നിൽക്കും. ഇതിപ്പോൾ ഞാൻ അരികത്ത് കൂടാണ് അടിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ നമുക്ക് അതിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എലാസ്റ്റിക് ഒന്നുമല്ല വെക്കുന്നത്, ഉള്ളിലൊരു ബെൽറ്റാണ് വെക്കുന്നത് വേസ്റ്റിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ വേസ്റ്റ് ലെങ്ത് എടുക്കുക. അതിന് ഞാനൊരു 14-14.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഈ 14.5 ഇഞ്ചിന്ന് ഉള്ള ലെങ്ത്തിൽ, അപ്പോൾ അതാണ് നമ്മുടെ വേസ്റ്റ് ലെങ്ത്. ഇനി നമുക്കതൊരു ഷോൾഡർ 8 ആണല്ലോ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 8 ആണെങ്കിൽ 1 ഇഞ്ചും കൂടെ കൂട്ടി 9 ഇഞ്ചിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യണം. ആ 9 ഇഞ്ച് മാർക്കിലാണ്. അപ്പോൾ ഷോൾഡർ ഇപ്പോൾ 7 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 ഇഞ്ച് കൂട്ടിയിട്ട് 8 മാർക്ക് ചെയ്യാം. അപ്പം അങ്ങനെ ആ മാർക്കിൽ കറക്റ്റ് നമ്മൾ ഉൾവശത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ചോക്ക് കൊണ്ട്. രണ്ട് സൈഡിലുമായിട്ട് ബാക്കിലും മുന്നിലും വരുന്ന രീതിയിൽ ഞാനവിടെ വിരൽ വെച്ച് കൊടുത്തത് ആ സ്ഥലം മാറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ നമ്മൾ വിരൽ വെച്ചിട്ട് എല്ലാ സൈഡിലും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അവിടേക്ക് ഉള്ളിൽ നിന്ന് ബെൽറ്റ് ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കഫ്താന് നല്ല ബോഡിയിൽ ടൈറ്റ് ആയിരിക്കുകയും ചെയ്യും. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ലൂസിൽ കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ അത് നല്ല വൃത്തിയിലിരിക്കുകയും ചെയ്യും. പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ വീർത്ത് പോകും, കാരണം നമ്മൾ അരികത്ത് കൂടാണല്ലോ അടിക്കുന്നത്. അപ്പം ഞാൻ ബെൽറ്റ് അടിക്കാനുള്ള തുണി കട്ട് ചെയ്യാണ്. ഒരു 2 ഇഞ്ചിൻ്റെ ഒരു 10-15 ഇഞ്ച് നീളം വരുന്ന ഒരു തുണിയാണത്. അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴുത്തിനുള്ള ബയാസ് ടേപ്പ് ഉണ്ടാക്കാനാണ്. അപ്പം ബയാസ് ടേപ്പിന്റെ ആവശ്യമില്ല, ഞാൻ നേരെ തന്നെ കട്ട് ചെയ്യാണ്. കാരണം ഈ തുണി നല്ല വലിയൊരു തുണിയാണ്. അപ്പോൾ നേരെ തന്നെ കട്ട് ചെയ്താലും തന്നെ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പം ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലാത്ത തുണിയാണെന്നുണ്ടെങ്കിൽ ക്രോസ് കട്ടിങ് ഉള്ള തുണി എടുക്കണം, എന്നാലേ കഴുത്ത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വൃത്തി ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് കൈ ഫിനിഷ് ചെയ്യാനുള്ള തുണി എടുക്കാം. അപ്പം അത് ഞാൻ 8 ഇഞ്ച് വീതിയും ഒരു 17 ഇഞ്ച് നീളത്തിലുമാണ് ഈ തുണി എടുത്തിട്ടുള്ളത്. അപ്പോൾ 8 ഇഞ്ച് എടുത്തത് എനിക്ക് അത് മടക്കിയിട്ട് 4 ഇഞ്ചും കൂടെ കൈയിൻ്റെ നീളം എക്സ്ട്രാ വരാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്കിപ്പോൾ ഒരു 16-16.5 ഇഞ്ചല്ലേ വന്നിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് കൈ ഇത്തിരി കൂടെ ഇറക്കാൻ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീതിയിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വീതി കൂട്ടിയും കുറച്ചൊക്കെ വെക്കാം. പിന്നെ അത്യാവശ്യം കൈ നീളത്തിൽ 16.5-കാട്ടിലും മേലെ വരുന്നുണ്ടെങ്കിൽ പിന്നെ അത്ര ആവശ്യമില്ല, ഒരു ചെറിയൊരു 2 ഇഞ്ചിൻ്റെ തുണി മാത്രം മതിയാവും. അപ്പോൾ ഏകദേശം കട്ടിങ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കഫ്താന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മെഷീൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കഴുത്ത് ഫിനിഷ് ചെയ്ത് തുടങ്ങാം. അപ്പം എല്ലാവരും കഴുത്ത് ഫിനിഷ് ചെയ്യാൻ അറിയാത്തവർക്ക് ഞാൻ ഇത് ടേപ്പ് വെച്ചിട്ടാണ്, ബയാസ് ടേപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് കാണിച്ച് സമയം കളയുന്നില്ല, എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇനി വരുന്ന വീഡിയോയിലൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ ആദ്യം കഴുത്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബെൽറ്റിനുള്ള മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ വേസ്റ്റ് ലൈനിൻ്റെ ആ ഭാഗത്തായിട്ട് നമ്മൾ ബെൽറ്റ് ഫിക്സ് ചെയ്യാനുള്ള ആ മാർക്കിൽ നമുക്ക് ബെൽറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം അതിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 4 പീസുകൾ ഉണ്ടല്ലോ, ആ പീസുകൾ നമ്മൾ ബെൽറ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. അതാ ഈ 4 പീസ് ബെൽറ്റ് പോലെ അടിച്ചെടുക്കുക. ആദ്യം നല്ല ഭാഗം ചീത്ത ഭാഗത്തിൽ അടിച്ചിട്ട് തിരിച്ച് മറിച്ചിങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ബെൽറ്റ് റെഡിയാണ്, നമ്മൾ ഫിക്സ് ചെയ്തും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ചെറിയ സിമ്പിൾ പരിപാടി ആയതുകൊണ്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതാണ് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ എന്തെങ്കിലും കാണിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ, എന്തൊക്കെയാണ് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് എന്താ കാണിക്കേണ്ടത് എന്നൊക്കെ ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ സൈഡ് ജോയിൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം കൈക്ക് വേണ്ടിയിട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ സൈഡ് 8 ഇഞ്ച് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. സ്റ്റിച്ച് ചെയ്യുമ്പം കുറേ സ്ഥലമൊന്നും വിടണ്ട. അതായത് കുറച്ചധികം തുണിയൊന്നും എക്സ്ട്രാ ആയിട്ട് വിടേണ്ട ആവശ്യമില്ല. ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് ആ പ്രഷർ ഫുട്ടിന് കണക്കാക്കിയിട്ടുള്ള സ്ഥലം മാത്രം മതി. അപ്പോൾ അങ്ങനെ അത് ഫിനിഷ് ചെയ്യുക, വേറെ നമുക്ക് സൈഡൊന്നും വെക്കണ്ടല്ലോ. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഭാഗത്ത് ഒരു കട്ടിട്ട് കൊടുക്കാം. അതായത് നമ്മൾ കൈ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ടിട്ട് കൊടുത്താൽ മതി അവിടെ ആ 8 ഇഞ്ച് വരുന്ന ഭാഗത്തിൽ. അതിന് നമ്മൾ എടുത്തു വെച്ച തുണി നമുക്ക്
മടക്കിയിട്ട് ആ സൈഡിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി ഇങ്ങനെ നീങ്ങി നീങ്ങി കളിക്കൂല, അവിടെ തന്നെ ഫിക്സ് ആയി നിൽക്കുമ്പം കൈ അടിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ പറ്റുകയും ചെയ്യും. അപ്പം നമ്മൾ അതിൻ്റെ കൈയിൻ്റെ ആ നല്ല സൈഡും ഈ തുണീൻ്റെ നല്ല സൈഡും കൂടെ വെച്ച് അങ്ങനെ വട്ടത്തിൽ കൈയിൻ്റെ ആ ബോർഡർ ശരിക്കും അടിച്ചിട്ട് എടുക്കാം. അപ്പം നമ്മൾ ഏകദേശം കൈ ഫിക്സ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് നമുക്ക് കൈ ഓപ്പണിംഗ് വരുന്ന ഭാഗത്ത് 5.5 ഇഞ്ചാണ് ഞാൻ വീതി എടുക്കുന്നത്. ഏകദേശം കൈ ആ ഭാഗത്ത് ടൈറ്റായി നിൽക്കുന്ന രീതിയിൽ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ ആവശ്യത്തിനും ആ ടൈറ്റായി നിൽക്കാനുള്ള ആവശ്യത്തിനനുസരിച്ചിട്ട് അളവെടുക്കുക. ഇനി അവിടുന്ന് നമ്മളിങ്ങനെ ഒന്ന് ക്രോസ് ആക്കിയിട്ട് ആ സ്റ്റാർട്ടിങ്ങിലേക്ക് മുട്ടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ അതിലൂടെ വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അപ്പം നമുക്ക് ഇനി അതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അത് സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ ഫുള്ള് ഒരു താഴെ വരെ സ്റ്റിച്ച് ചെയ്യാൻ നല്ലതാണ്. അപ്പം നല്ല ഡബിൾ സ്റ്റിച്ച് ആവുകയും ചെയ്യും. സ്റ്റിച്ചിനൊക്കെ നല്ല ഉറപ്പുണ്ടാവും. 2 പ്രാവശ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ഇനി അത് മുഴുവനായിട്ടും താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ കൈ ജോയിൻ ചെയ്ത ഭാഗം ഇങ്ങനെ ഒന്ന് പതിച്ചടിക്കാനും വേണ്ടി മറക്കരുത്. അപ്പോഴേ നീറ്റായി നിൽക്കുള്ളൂ. ഉള്ളിലുള്ള തുണി നീറ്റായി നിൽക്കണമെങ്കിൽ ഒന്ന് പതിച്ചടിക്കണം. ഇനിയിപ്പോൾ ബാക്കി ബാലൻസ് വന്ന തുണി നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ എൻ്റെ ഒന്ന് ഫിനിഷ് ചെയ്താൽ ഏകദേശം കഫ്താൻ്റെ പരിപാടികൾ കഴിഞ്ഞു, സ്റ്റിച്ചിങ് കഴിഞ്ഞു. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് കഫ്താന്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ് വീഡിയോ തന്നെ ഒരു കഫ്താനിൽ തുടങ്ങാമെന്ന് വിചാരിച്ചത്. ഇതിന് അത്ര വലിയ സ്റ്റിച്ചിങ്ങും വലിയ ടൈലറും ഒന്നും ആവണ്ട. ഞാനും ഇങ്ങനെ ഓരോന്ന് കണ്ട് പഠിച്ചത് തന്നെയാണ്. അപ്പം അതുപോലെ കുറച്ച് താല്പര്യം വീട്ടിലൊരു മെഷീനും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. പുതിയ ആൾക്കാരൊക്കെ സ്റ്റിച്ചിങ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇനിയും ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ഇടാം. പിന്നെ ഇതാ ഞാൻ ഇട്ടപ്പം കണ്ടില്ലേ, നല്ല ലെങ്ത്തൊക്കെ ആവശ്യത്തിന് നല്ല ലൂസും അത്യാവശ്യത്തിന് നല്ല ലൂസും കിട്ടിയിട്ടുണ്ട്. കൈയാണെങ്കിലും നല്ല അറ്റത്ത് അവിടെ നിൽക്കുന്നതുകൊണ്ട് ആവശ്യത്തിനുള്ള ലെങ്ത്തും കിട്ടിയിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് ആ ഒരു 4 ഇഞ്ചസ് ചേർത്ത് കൊടുത്തപ്പം ഇതാണിപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്.